നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ എന്നത് ഒരു വാക്കിൽ ഒതുക്കാവുന്ന ജീവിതമല്ല, അതൊരു സമസ്യയാണ്. പലർക്കും ജീവിത ദുരിതങ്ങളുടെ ഒരു മാറാപ്പ് തന്നെയാണ് ആ ജീവിതം. മരിച്ചാലും പ്രവാസികളുടെ ദുരിതങ്ങൾ തീരുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. മൃതദേഹം സംസ്കരിക്കാൻ 3 ആഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ട സാഹചര്യം. ദുബായ്, ഷാർജ, അലൈൻ എന്നിവിടങ്ങളിലെ സ്വകാര്യ വൈദ്യുതി ശ്മശാനങ്ങളിൽ സംസ്കാരം നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കീഴിലുള്ള ശ്മശാനത്തിൽ ജൂൺ 26 വരെ ഒഴിവുകളില്ല. കോവിഡ് മൂലം മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ മാത്രമല്ല, അല്ലാതെ മരിക്കുന്നവരെയും സംസ്കരിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ബന്ധുക്കളും ഉറ്റവരും. കോവിഡിനൊപ്പം ഇന്ത്യയുടെ ലോക്ക്ഡൌൺ പ്രഖ്യാപനവുമാണ് പ്രശ്നം ഇത്രത്തോളം ഗുരുതരമാക്കിയത്. കോവിഡ് മൂലം മെയ് 11 ഷാർജയിൽ മരിച്ച ചേർത്തല സ്വദേശി സാബു ചെലപ്പിന്റെ മൃതദേഹം 7-ാം തീയതി മാത്രമേ സംസ്കരിക്കാൻ സാധിക്കൂ. അതിനുശേഷമേ നാട്ടിൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നും അതിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതുപോലെ നിരവധി മലയാളികളാണ് അവരുടെ ഉറ്റവരുടെ സംസ്കാരം നടത്തിക്കിട്ടാൻ വിദേശത്തും നാട്ടിലുമായി കഴിയുന്നത്. ദുബായ് ജബൽ അലിയിൽ ഹിന്ദു ക്രിമേഷൻ ഗ്രൗണ്ട് കമ്മിറ്റിയുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി ശ്മശാനത്തിൽ മാസം ശരാശരി 30 മൃതദേഹങ്ങൾ എത്തിയിരുന്ന സ്ഥാനത്ത് 113 മൃതദേഹങ്ങളാണ് കഴിഞ്ഞ മാസം മാത്രം എത്തിയത്. വിമാന സർവീസ് ആരംഭിച്ച ശേഷം 42 മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചതായി കോൺസുലേറ്റ് അധികൃതരും അറിയിച്ചു. പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ്. ദുബായിലെ ജബൽ അലിയിൽ 3 യന്ത്രങ്ങളാണ് ദഹിപ്പിക്കാനുള്ളത്. ഇവിടെയും അലൈനിലും പ്രതിദിനം 5 മൃതദേഹം വീതമാണ് സംസ്കരിച്ചിരുന്നത്. ജബൽ അലിയിൽ ജീവനക്കാരുടെ ഷിഫ്റ്റ് വർദ്ധിപ്പിച്ച് 10 മുതൽ 12 മൃതദേഹങ്ങൾ വരെ കഴിഞ്ഞയാഴ്ച മുതൽ സംസ്കരിച്ചു തുടങ്ങി. അമേരിക്കയിൽ നിന്നും പുതിയ യന്ത്രത്തിന് ഓർഡറും നൽകിയിട്ടുണ്ട്. പക്ഷേ 1 മാസം കഴിഞ്ഞു മാത്രമേ അത് എത്തുകയുള്ളൂ. ശരാശരി 5 മണിക്കൂർ വേണം ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ. യന്ത്രം തണുക്കാനുള്ള സമയം കൂടി ഉൾപ്പെടെയാണിത്. ഷാർജയിൽ പ്രതിദിനം 2 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. അവിടെ ഫിലിപ്പിനോ, യൂറോപ്യൻ തുടങ്ങി എല്ലാ സമൂഹത്തിനും കൂടി ഒരു വൈദ്യുതി ശ്മശാനം മാത്രമാണുള്ളത്. മരുഭൂമിയിൽ പഴയ രീതിയിൽ വിറകുമുട്ടി ഉപയോഗിച്ച് സംസ്കാരം നടത്തുന്നതിനെക്കുറിച്ചും ഇന്ത്യൻ അധികൃതരും ഹിന്ദു ക്രിമേഷൻ ഗ്രൗണ്ട് കമ്മിറ്റിയും ആലോചിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ലെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ അറിയിച്ചു. മരിച്ചാലും ദുരിതം മാറാത്ത പ്രവാസികളുടെ കാത്തിരിപ്പിന് ഇനി എന്നാണ് ഒരു അവസാനമെന്നാണ് ബന്ധുക്കളുടെ ചോദ്യം. ആയുഷ്കാലം മുഴുവൻ മണലാരണ്യങ്ങളിൽ കഴിഞ്ഞ് ഒടുവിൽ മരണസമയത്ത് പോലും ദുരിതക്കയത്തിൽ നിന്നും കയറാൻ തങ്ങൾക്ക് സാധിക്കില്ലേ എന്ന ആശങ്കയിലാണ് മിക്ക പ്രവാസികളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.